ഗായ്സ്, സിദ്ധൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സംഭവം നമ്മുടെ പറമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് പോയി എടുത്തോണ്ട് വരാം. ഇത് കണ്ടോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ വഴി. വീഴ്ചർ സിന്ധുവമ്മയ്ക്ക് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. ഈ വഴി ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടോ, എനിക്ക് ഭയങ്കര സങ്കടമായി. കണ്ടോ, ഈ മക്കാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നമ്മുടെ പറമ്പിലേക്ക് കയറാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇപ്പം വായുമേ നമുക്ക് വിളിക്കാവേ. വായുമേ, വാമേ, ഇതെടുക്കാം. ചേനപ്പൂ. ഗായ്സ്, ഇതാണ് നമ്മുടെ ചേനപ്പൂ. അമ്മ ഇപ്പം മുറിച്ചെടുക്കുവേ. അമ്മ മുറിച്ചെടുക്കുന്നേ. കണ്ടോ, ചേനപ്പൂ. ഗായ്സ്, ഇതാണ് നമ്മുടെ ചേനപ്പൂ. ഇത് വെച്ച് നമുക്കൊരു കിഡിലായിട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തീയൽ വെക്കാം, തോരൻ വെക്കാം. ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളൊരു പൂവാണിത്, ചേനപ്പൂ. ഇത് വെച്ച് നമുക്കൊരു കിണ്ണം കഴിച്ച് ഐറ്റം. കൂട്ടുകാരെ, നിങ്ങൾ കറി വെച്ചിട്ടുണ്ടോ? ചേനപ്പൂ തോരൻ വെക്കാം, കറി വെക്കാം, തീയൽ വെക്കാം, അച്ചാർ വെക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് സാധനം നമുക്ക് ഉണ്ടാക്കാം ഈ ചേനപ്പൂ കൊണ്ട്. അപ്പോൾ നമ്മളിത് ചേനപ്പൂ നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. ആദ്യക്കുട്ടനെ എടുക്കുന്നത് കേട്ടോ. ആദ്യക്കുട്ടൻ വോയിസൊക്കെ കൊടുത്തു, പക്ഷേ വോയിസ് സൗണ്ടൊന്നും വന്നില്ല. അപ്പം ഞാൻ തന്നെ വോയിസ് തരാമെന്ന് വെച്ച് എൻ്റെ ഈ ഫോൺ കൊണ്ട് തന്നിട്ട് പോയതാണ്. ഇപ്പം 2 ദിവസമായി എടുത്തിട്ട് നമ്മളിത് ഇതാണ് എടുക്കുന്നത്. എൻ്റെ ആദ്യക്കുട്ടൻ കാണിച്ചു തരിക. നമ്മൾ ചേനപ്പൂവിൻ്റെ ഈ തണ്ടെടുക്കും. ഈ പുറമേ കാണുന്ന അത് എല്ലാവരും ഓർക്കും ചൊറിയുന്ന, നല്ല ഒട്ടും ചൊറിയല്ല, ചുമ്മാ പറയുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അതിൻ്റെ ആ മുകളത്തെ ഭാഗമില്ലേ, പൂ പോലത്തെ, അതെടുക്കുകയില്ല നമ്മൾ കേട്ടോ. അത് നമ്മൾ കളയത്തേ ഉള്ളൂ. അതല്ല, മറ്റേ ഒരു ഗ്രൗണ്ട് നിറമുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ആ സാധനമാണ്. നമ്മൾ ഇതിന് സമയം കഴിയുമ്പോൾ എടുത്തില്ലെങ്കിൽ ഭയങ്കരമോ സ്മെല്ല, കൊള്ളത്തിലൊക്കെ അതിൻ്റെ മണം പോലും അടിക്കാൻ കൊള്ളത്തില്ല. അപ്പോഴെല്ലാവരും ഓർക്കും ഇത് കൊള്ളുകയായിരുന്നു. പക്ഷേ ഇത് നല്ല ഗുണമൊക്കെ ഉള്ള സാധനം കണ്ടോ. നമ്മൾ തീയലിന് വേണ്ടി ഇങ്ങനെ കുഞ്ഞായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം അമ്മ അരിഞ്ഞെടുക്കുന്നു. ആദ്യക്കുട്ടനും അമ്മയും കൂടെ പോയി ഇത് എടുത്തുകൊണ്ട് വന്നു, അരിഞ്ഞു. എന്നോട് പറഞ്ഞു പോലും ഇല്ല, ഞാൻ അറിഞ്ഞു പോലും ഇല്ല. ഞാൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യക്കുട്ടൻ്റെ ആ പുസ്തകമൊക്കെ പൊതിയണമായിരുന്നല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ്. അപ്പോൾ ഇത് അരിഞ്ഞ് നമ്മൾ വെക്കണം. ചേനപ്പൂ നല്ലതുപോലെ അരിഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ആദ്യക്കൂട്ടം തേങ്ങയൊക്കെ തിരികെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കാലിന് വേദനയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വെരിക്കോസ് വെയിൻ്റെ വേദനയാണ്. അപ്പം എനിക്ക് തേങ്ങ തിരികാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടൻ ചെയ്തു. എൻ്റെ മോൻ എല്ലാത്തിനും സഹായിക്കും കേട്ടോ. അതെൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. എല്ലാത്തിനും സഹായിക്കും. അപ്പം നമ്മൾ തേങ്ങ ഇങ്ങനെ കൈയെടുക്കാതെ വറുത്തെടുക്കണം കണ്ടോ. ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ ചേരുവകളൊക്കെ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കണം. ബാക്കിയും കൂടെ നല്ലതായിട്ട്. ഈ സാധനം ആകെ ഇപ്രാവശ്യം ഒരു ചേനപ്പൂ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഈ സാധനം കണ്ടോ. നല്ലതായിട്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കും. പിന്നെ കണ്ടോ. അപ്പോൾ മുളക് പൊടി ഒരുപാട് ഇടുന്നൊന്നും നോക്കണം. 3 സ്പൂണ് മുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടിയുമാണ് നമ്മളിട്ടത്. നമ്മൾ ഇട്ട മുളക് പൊടിക്ക് എരിവില്ലായിരുന്നു. സാധാരണ ഞങ്ങൾക്ക് എരിവ് വേണം, പക്ഷെ തീയലിന് നമുക്ക് എരിവ് ഒരുപാട് കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എരിവ് കുറഞ്ഞ മുളക് പൊടി ഒത്തിരി കണ്ടാരും പേടിക്കേണ്ട. എല്ലാവരുടെയും അവരവരുടെ അനുസരിച്ച് അത് നിങ്ങൾക്ക് ഇടാമെന്നാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വറുത്ത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുക്കും. ആദ്യക്കൂട്ടം നിന്ന് വോയിസ് കൊടുത്ത രസം ഒന്ന് കേൾക്കണം, നമുക്ക് ചിരി വരും. ഒരെണ്ണം പറയും, പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞാണ് അടുത്ത ഇത് തരുന്നത്. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയും ഓയിലും കൂടെയായിരുന്നു ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പം വെളിച്ചെണ്ണയാക്കി. വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കും. എല്ലാവർക്കും അത് ഇഷ്ടമല്ലെങ്കിലോ എന്നോർത്ത്. ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലതായിട്ട് മൂത്ത് വരുമ്പം സാധാരണ നമ്മൾ കടുക് തളിക്കാൻ എന്തൊക്കെ ഇടുന്നോ അതെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഞങ്ങളെ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളേ ഉള്ളൂ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. കണ്ടോ, ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് വരും. മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ഇടുവാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതമ്മ ഇച്ചിരി മടി കാണിച്ചുകൊണ്ട് സവോള ഇട്ടിട്ടുണ്ട്. ഞാൻ ആണെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഇടും, അമ്മ കാണാതെ. അമ്മ പറയും ചെറിയ ഉള്ളിയും സവോളയും കൂടി ഇട്ടുണ്ടാക്കാൻ പറയും. പിശുക്ക് പച്ചമുളകും അതിലൂടെ അരിഞ്ഞിട്ട് നല്ലതുപോലെ ഇത് വഴട്ടിയെടുക്കണം. നമ്മൾ ഉള്ളിത്തീയിലൊക്കെ വെക്കുന്ന ഉള്ളിത്തീയിലാകുമ്പോൾ ഇതിനെക്കാട്ടിലും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചേനപ്പൂ തീയൽ അടിപൊളിയായിട്ടോ. ഒത്തിരി പേര് പറയും ഇത് ചൊറിയൂന്ന്. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു എന്നായിരുന്നു കറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേനപ്പൂ തീയലായിരുന്നെന്ന്. അയ്യോ സിന്ധു അത് കൂട്ടല്ലേ ചൊറിയൂന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കൂട്ടുന്നതാണ്. ഇവിടെ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും എല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരുന്ന ചേനപ്പൂം കൂടെ അതിൻ്റെ അകത്തിട്ട് നല്ലതുപോലെ ഇളക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഇതിൽ ആദിക്കുട്ടൻ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ആദിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിട്ടുപോയി. ചിരിക്കുക എന്നിട്ട് നിന്ന് കള്ളൻ ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചു കള്ളൻ. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പകലെല്ലാം ഞങ്ങൾ ഞാൻ കിടന്ന് ആദിക്കുട്ടോ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ആദിക്കുട്ടൻ സ്കൂളിൽ പോയിട്ട് 3:30 വരുന്നത്. അതുവരെ വിളിയില്ല. അത് കഴിഞ്ഞ് കിടന്ന് വിളിക്കും. ഇപ്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ട് പാകത്തിന് ഉപ്പ് മറന്നു പോകല്. ഞാൻ ഉപ്പിടുന്ന മുമ്പ് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഉപ്പിട്ട് ഇനി തട്ടിപ്പൊത്തി നല്ലതായിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം വേനലൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി വേവാനൊരു ഇച്ചിരി ഇത് വരും. മഴയൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടത്, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിപ്പം നല്ല വേനലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം. നമ്മൾ ഒരു കറിക്കും പച്ചവെള്ളം ഒഴിക്കരുത്, അതിനൊരു പച്ചച്ചോ വരും. കണ്ടോ, ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് നമുക്ക് അരച്ച് റെഡിയാക്കിക്കൊണ്ട് വരണം. നമുക്ക് അരച്ച് റെഡിയാക്കിക്കൊണ്ട് വരാം. അരപ്പ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് നമ്മൾ അരപ്പൊക്കെ അരച്ചിട്ട് വന്നപ്പോൾ ഈ സാധനം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വെക്കുകയും ചെയ്യുന്ന കേട്ടോ. നിങ്ങളിപ്പോൾ ഓർക്കും അമ്മ വെച്ചല്ലോ ഞാൻ പറയുന്നല്ലോ എന്ന്. ഞാനും ഉണ്ടാക്കാറുണ്ട്. കണ്ടോ, ഇപ്പം നല്ല അടിപൊളി തീയൽ. നമ്മുടെ ആ തീയലിൻ്റെ കളർ ഇങ്ങോട്ട് ഈ ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല ബ്രൗൺ നിറവാണ്. ആദ്യക്കൂട്ട് എന്നിട്ട് എൻ്റെ ചോദിക്കുകയും ചെയ്തു ഇവിടെ, എന്നാ അമ്മ നമ്മുടെ തീയലിൻ്റെ നിറമല്ലോ ഫോണിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പാകത്തിന് പുളിയാണ് ചേർത്തത്. ഇപ്പം പുളി ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി വെന്തോന്നൊക്കെ നോക്കി പാകത്തിന് ഉപ്പും പുളിയും ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ആദ്യക്കുട്ടന് ഉപ്പ് നോക്കുന്നതാണ്. ആദ്യക്കുട്ട ഉപ്പ് നോക്കിയേ. എന്നിട്ട് ഇച്ചിരി പച്ചക്കരിയാപ്പലയും കൂടി ഇട്ട് അത് നല്ല തിളച്ച് വരുമ്പോൾ നമ്മുടെ ചേനപ്പൂ തീയൽ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇത് എപ്പോഴും നമുക്ക് കിട്ടത്തില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കണ്ടോ, അപ്പം ഞാൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കണം. അപ്പം അതിക്കൂട്ട് റെഡി ആയിട്ടിരിക്കുവായിരുന്നു. ഇതും കൂട്ടി ചോറ് കഴിക്കുക. എന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്, വാവാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്നത്. ഞാൻ അതിൻ്റെ തീയലുണ്ടാക്കി അമ്മയും മോനും കൂടെ വെച്ച് ഇനി അത് കൂട്ടി നോക്കണ്ടേ. ഞാൻ പോയി, നമുക്ക് നോക്കാം. ഉണ്ടാക്കി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ കൂട്ടി നമുക്ക് ചോറിനാം. വേറെ കറികളും ഉണ്ട്, എന്തൊക്കെയാന്ന് ഞാൻ പറയാവേ. ചക്കക്കുരു തോരൻ, പയറ് വിഴുക്ക് വരട്ടി, മാങ്ങാച്ചാറ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചാലോ. അപ്പൊ നമുക്ക് പിടി പിടിക്കാം. മാങ്ങാച്ചാറും വിഴുക്ക് വരട്ടിയും തോരനും എല്ലാം കൂടെ ഇട്ട് ഒരു ഇളക്കണം. പിന്നെ ഒരു പിടി പിടിക്കണം. ഇങ്ങനെയാണ് പിടി പിടിക്കുന്നത്. സൂപ്പർ അടിപൊളി തീയലമ്മേ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ല കിണ്ണം കച്ചി വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. ബൈ ബൈ, ഞാൻ ഇനി കഴിക്കട്ടെ.